നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അവളെയല്ല, അവളുടെ ചാനലിനെയാ. മാഡം, റിപ്പോർട്ടർ ശാരിക എനിക്ക് നന്നായിട്ട് അറിയാം. ആ ക്ലിപ്പ് ടെലികാസ്റ്റ് ചെയ്യരുത്. ഇന്നത്തെ നമ്മുടെ ലഞ്ചും സപ്പറും എല്ലാം ശാരികയാ. പാർക്ക് റേറ്റ് കൂടുമ്പോൾ അർമാദിക്കാൻ മൂന്നാറിൽ അഡ്വഞ്ചർ ട്രിപ്പ് പോകുന്ന ആളുകളാണ് നമ്മൾ. അവിടെ നിന്നും കിട്ടും ഇതിനേക്കാളും മുഴുത്ത ക്ലിപ്പുകൾ. അപ്പോൾ ലഞ്ചും ഡിന്നറൊന്നും ആയിരിക്കില്ല, പെരുന്നാളായിരിക്കും 7 ദിവസം. തൃപ്തിയായാലും ആ ശാരിക വെയിൻ കെട്ടിയത് ആശുപത്രിയില്ല. ഇനി അവളുടെ ചാനലുകാർ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. ഇനിയാണ് ശരിക്കുള്ള ചാനൽ വാർ തുടങ്ങാൻ ഉത്തരം മുട്ടുമ്പോൾ ഇംഗ്ലീഷിൽ കൊഞ്ചനം കാണിക്കും. കനി അവിടെ ഹാപ്പി ആയിട്ടിരിക്കുക. നീയും ഹാപ്പിയാണല്ലോ. ലോകത്ത് പെണ്ണുങ്ങൾ മുഴുവൻ ഹാപ്പിയാ. ആണുങ്ങൾ ടെൻഷൻ അടിച്ച് കുപ്പി അന്വേഷിച്ച് നടക്കുക. ഇനി ഹെൽപ്പ്? താങ്ക് യു. ഹലോ ചേച്ചി, എന്നെ പോലെ ഒരു ചെറ്റയാണോടാ ഞാൻ അനിയെന്ന് വിളിച്ചത്? നീ എന്നെ ചേച്ചിന്ന് വിളിച്ചപ്പോ എന്തായിരുന്നു നിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേച്ചി, ഒരിക്കലും ഞാനല്ല അതെടുത്തത്. ചേച്ചി പ്ലീസ് ഒന്ന് കേക്ക്. അത് ആര്യനെ എടുത്തത്. That son of a bitch. ഞാനല്ല. ചേച്ചി ഒന്ന് വിശ്വസിക്കുക. മരണം മാത്രമാണ് ഇനി നിന്റെ മുന്നിലുള്ളത്. Your final escape from all the sins. വീഡിയോ ക്ലിപ്പ് സ്പ്രെഡ് ആകാതിരിക്കാൻ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. സോ നോ മോർ നീഡ് ടു ഫിയർ. I'm Deputy Commissioner of Police. സൂയിസൈഡ് ചെയ്ത സുദീപ് മോഹന്റെ ഫ്രണ്ട് അല്ലേ താൻ? അല്ല. താൻ ആൻസർ ചെയ്യുന്നത് പോലീസിനോടാണെന്ന് ഓർമ്മ വേണം. സുദീപ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം നീയാണെന്നതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിന്റെ ഫോണിലേക്കാണ് അവന്റെ ലാസ്റ്റ് കോൾ. സുദീപിന്റെ ഫോണിൽ നിന്ന് ബാത്റൂം ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്തത് നീയാണെന്ന് സുദീപിന്റെ സിസ്റ്റം മൊഴി തന്നു കഴിഞ്ഞു. പോലീസ് തേടി നടന്ന റേപ്പിസ്റ്റ് നീയാണെന്ന് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. You are under surveillance. സുദീപിന്റെ ഫ്രണ്ടല്ലേ താൻ? തന്നെ DCPക്ക് ഒന്ന് കാണണം. എന്തിനാ സാറേ? അവന്റെ കിഡ്നി തലേ കിട്ടാനാണോ? ഇവൻ എനിക്ക് അറിയാവുന്ന പയ്യനാ. മൊഴിയെടുക്കാനാണെങ്കിൽ ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ ഹാജരാക്കാം. പോരെ? ശരി. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് കൊലപാതകത്തിന്റെ അനിയനാ. അറിയാം നിനക്ക്? ഈ പോലീസുകാരോട് എന്തെങ്കിലും കുഴകുഴാന്ന് പറഞ്ഞാൽ അവർ ഇടിച്ചിടിച്ച് നിന്നെ കുഴച്ചു കളയും. എന്തിനാണ് അവൻ ആത്മഹത്യ ചെയ്തത്? നീ എന്നെ കൊണ്ട് അവാർഡ് മേടിപ്പിക്കോടാ. എന്നതാ ലൂയിസേ ഈ പിള്ളേരുടെ ഉള്ളിൽ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വാ, വന്ന് വണ്ടി കയറി. എടാ ആര്യ, മോനെ കണ്ടില്ലേ ലൂയിസ് അവന്റെ അഹങ്കാരം? പോട്ടെ പക്ഷെ അവൻ ആകെ ടെൻഷൻ.
നീ വന്നേ. ചില മീഡിയ ആരോപിക്കുന്നത് പോലെ ഇതൊരു മർഡർ അല്ല. സുദീപിന്റെ ജീവൻ എടുത്തത് സുദീപ് തന്നെയാണ്. വൺസ് എ ജങ്കി ഇസ് ഓൾവേസ് എ ജങ്കി. ആർക്കും ഒരു സംശയമൊന്നും വേണ്ട, അത് സൂയിസൈഡ് തന്നെയാണ്. അതിനുള്ള എവിഡൻസ് അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ LSD മാത്രം മതി. ഹീസ് എ പോട്ട് ഹെഡ്. സുദീപിന്റെ വീട്ടുകാർക്ക് എന്ത് സംശയമുള്ളതായിട്ട് ആരോപണം ഉണ്ടല്ലോ. നോ. ഇവനൊക്കെ ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ളത് ഇവരുടെ ബന്ധുക്കൾക്ക് നന്നായിട്ട് അറിയാം. ലഹരിയിലെല്ലാം മറക്കുന്നവരുടെ അവസാനം ഇങ്ങനൊക്കെ തന്നെയാവും. ഇതുപോലുള്ള മരണങ്ങൾ ചിലർക്കൊക്കെ ഒരു മുന്നറിയിപ്പും വാർണിംഗുമാണ്. നത്തിങ് മോർ ടു സേ. പ്രസ് മീറ്റ് ഓവർ. ഓക്കെ. അവൻ എവിടെ പോകാനാ മാഷെ? അവനവിടെ കാണും. ഞാൻ അങ്ങോട്ട് വരാം. മാഷ് അവാർഡ് വാങ്ങിക്കാൻ തിരുവനന്തപുരത്ത് പോവാ. ഇവൻ എവിടെ പോയി കിടക്കണം? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ജീന ബായ് IPS, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. നിന്നെ പോലുള്ള റാസ്കൽസ് ഒരിക്കലും എന്റെ മുഖം മറക്കില്ല. യു മൈറ്റ് ഹാവ് സീൻ മീ സംവെയർ ഇൻ ദി സിറ്റി. രണ്ട് ദിവസമായി മിസ്സിംഗ്. ബ്ലാക്ക് ഔട്ട് ആണ് നീ. 48 hours പോലീസ് നിന്നെ തിരയുന്നു. ഒരു ബാഡ് ന്യൂസ് പാസ് ചെയ്യാം. ദയാനന്ദൻ മാഷ് സൂസൈഡ് ചെയ്തു. ആറ് സ്ത്രീകളെ നശിപ്പിച്ച ഒരു ക്രിമിനലിന്റെ അച്ഛനായി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട എഴുതി വെച്ചിട്ടാണ് ആ മനുഷ്യൻ തൂങ്ങി മരിച്ചത്. നീയാണ് നിന്റെ അച്ഛനെ കൊന്നത്. പോലീസ് ഇപ്പോ നിന്നെ അന്വേഷിച്ചു അവിടെ എത്തും.
You are the mastermind behind all the crimes. നിന്നെയാണ് ഇത്രയും കാലം ഞാൻ തേടി നടന്നത്. രക്ഷപ്പെടാൻ ഒറ്റ ചാൻസേ ഉള്ളൂ നിനക്ക്. സൂയിസൈഡ്. മരണം മാത്രമാണ് ഇനി നിന്റെ മുന്നിലുള്ളത്. Your final escape from all the sins. വാസുകി ചേച്ചി വരുന്നില്ലേ? ആര്യന്റെ ബോഡി ഇപ്പൊ എടുക്കും. പോസ്റ്റ്മോർട്ടത്തിൽ ആര്യന്റെ ബോഡിയിൽ നിന്ന് സംശയാസ്പദമായ യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതൊരു സൂയിസൈഡ് മാത്രമാണ് ഞങ്ങളുടെ ഡോക്യുമെന്റ്സിൽ. സോ വാസുകി, യു ആർ സേഫ്. ഈ ഫയൽ ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇനി ആരും ബാക്കിയില്ലല്ലോ. താനെന്തിനാണോ കരയുന്നത്? ഒരു സാധാരണ വീട്ടമ്മയുടെ കണ്ണീരിന്റെ കടം വീട്ടേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ ഡ്യൂട്ടിയാണ്. പൗരന്റെ മനസ്സമാധാനത്തിന്റെ പേരാണല്ലോ ലോ ആൻഡ് ഓർഡർ. എനിവേ, നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഒരിക്കലും എന്നെ കോണ്ടാക്ട് ചെയ്യാനും പാടില്ല. ദിസ് ഇസ് ഡൺ. വാസുകി എന്ന വീട്ടമ്മ ഇനി ഒരു ബന്ധവും പാടില്ല. ഇനി ജീവിതത്തിൽ എവിടെ വെച്ച് എന്നെ കണ്ടാലും പരിചയം പോലും വാസുകി കാണിക്കരുത്. നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പെരുമഴയൊക്കെ കഴിഞ്ഞു. നമ്മൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ വാസുകി ആത്മഹത്യയുടെ വക്കിലായിരുന്നു. ആഫ്റ്റർ ദ ഡൗൺ പോർ ഇന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഈ നിമിഷം വരെ തന്റെ ഭർത്താവോ മോളോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരിക്കലും അറിയാനും പാടില്ല. അറിഞ്ഞാൽ താൻ ഒരിക്കലും പഴയ വാസുകയാവില്ല. ആരും അറിയാതെ ഞാൻ തന്നെ തന്നെ റീബിൽഡ് ചെയ്തു. ഇനി താൻ ജീവിക്കും പഴയ വാസുകിയായി, കാം ആൻഡ് ക്വയറ്റ്. അതായിരുന്നു എൻ്റെ ടാർഗറ്റ്. അത് ഞാൻ അച്ചീവ് ചെയ്തു. നമ്മൾ തമ്മിലുള്ള കോണ്ടാക്ട്സിന്റെ എല്ലാ എവിഡൻസും നശിപ്പിക്കണം. ആർക്കും ഒരിക്കലും റിക്കലക്ട് ചെയ്യാൻ സാധിക്കാത്ത വിധം. ഓക്കെ, ഗുഡ് ബൈ വാസുകി.
ടെറസിൽ ഞാൻ കയറിയത് തുണി വിരിക്കാനായിരുന്നു. എൻ്റെ ശബ്ദം പൊങ്ങിയില്ല. അതാ ഞാൻ ചെയ്ത തെറ്റ്. നേര് പറഞ്ഞാൽ ആ ചെക്കന്മാരെ എനിക്ക് പേടിയായിരുന്നു, ലൂയിസ്. ലൂയിസേ, നീ അവരോടൊന്നും ചോദിക്കരുത്. അറിഞ്ഞതായി പോലും ഭാവിക്കരുത്. കഞ്ചാവ് പോയിട്ട് ഇവിടെ ഒരു കുറ്റിവീട് പോലും ഉണ്ട്. എനിക്ക് ആ സ്മെല്ല് കിട്ടിയതല്ലേ, അപ്പുറത്തൊന്ന് പോയി നോക്കിയേ. ആ ഷേമേടത്തിന്റെ മോനെ എനിക്ക് നല്ല സംശയമുണ്ട്. ആരാരും അവനൊരു പാവം ചെറുക്കനല്ലേ, ഒരു അധ്യാപകന്റെ മകൻ. അവൻ ഒരിക്കലും തെറ്റിയേ. എല്ലാം പിടിവിട്ടു പോകുന്ന നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാ DCP ജീനാഭായ് IPS എന്റെ മുന്നിലേക്ക് ഓവർടേക്ക് ചെയ്ത് കയറി വന്നു. അതായിരുന്നു ഞാൻ എഴുതിയ തിരക്കഥയിലെ ഓപ്പണിംഗ് ഷോട്ട്. പോലീസിനെ കൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പഠിക്കുന്നു. മൈ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ജീനാഭായെ കുറിച്ച് ഞാൻ പറഞ്ഞ ഓരോ വാക്കും കരുതലോടെയായിരുന്നു. അവൾക്കപ്പോൾ വേണ്ടിയിരുന്നത് എല്ലാം തുറന്നു പറയാനും എല്ലാം പരിഹരിച്ചു തരാനും കെൽപ്പും അധികാരമുള്ള ഒരു ഫീമെയിൽ ഫ്രണ്ടിനെയായിരുന്നു. അത് ഞാൻ ആരും അറിയാതെ എടുത്തൊരു പുതിയ നമ്പറായിരുന്നു. നമ്പറോ? അപ്പൊ ജീനവായുടെ ശബ്ദം? എന്റെ ഭഗവാൻ ശാസ്ത്രമാണ് സ്വാമി. മനുഷ്യനെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിവുള്ള ശാസ്ത്രം. ആൺ ശബ്ദം പെൺശബ്ദമാക്കി മാറ്റാനും പെൺശബ്ദം ആൺ ശബ്ദമാക്കി മാറ്റാനും ഇന്ന് ശാസ്ത്രത്തിന് വളരെ എളുപ്പമാണ്. അതിനു പറ്റിയ സോഫ്റ്റ്വെയറുകൾ ഇപ്പൊ മാർക്കറ്റിൽ സുലഭമാണ്. എന്റെ ആയുധപ്പുരയിൽ ഇതൊക്കെ കൂടെ ഉണ്ട്. പിറ്റേന്ന് രാവിലെ വാസു വിളിച്ചപ്പോ അപ്പുറത്ത് ലൂയിസ് ആയിരുന്നു. യെസ് ജീനാഭായ് IPS. ഓ രാവണൻ, അയിനോ ഞാനത് അല്പം ബിസിയാണ്. ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കാം വാസു. ഓക്കെ. വാസുവിക്ക് എന്നെ വിശ്വസിക്കാം.
അവരെ എന്ത് ചെയ്യണമെന്ന് വാസുകി തന്നെ തീരുമാനിച്ചാൽ മതി. 3നെ അവസാനിപ്പിക്കണം. അത് മാത്രം എന്റെ ആവശ്യം. അവനെത്തി. ആ സെക്സ് മാനിയക്കിന്റെ പേരെന്താന്നാ പറഞ്ഞു? ഇവിടെ മുതൽ അവരുടെ മുന്നിലും പിന്നിലും ഞാനുണ്ടായിരുന്നു. അതിനുമുമ്പ് 2 വേസ്റ്റുകളെ കൂടി ഞാൻ ഈ സിറ്റിയിൽ നിന്ന് ഓടിച്ചു. ആരെങ്കിലും ഒന്ന് സ്കെച്ച് ചെയ്യാൻ കാത്തിരുന്ന അസിസ്റ്റന്റ് ബാബുരാജിന് ഞാൻ കൊടുത്ത കൊട്ടേഷനായിരുന്നു സുരയും ഷിബു. മീൻകാരൻ സുരേനെ ഷിബുനൊക്കെ ഞാൻ പൊക്കിക്കൊള്ളാം സാറേ. പോലീസ് യൂണിഫോം ടൂൾസ് ഒക്കെ എന്റെ ഉണ്ട്. സാറ് പേടിക്കാണ്ടിരിക്കും. പിന്നെ സാറേ നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്. സാർ ഇപ്പോഴെങ്കിലും ഒരു ഗുണ്ടട്ട് അംഗീകരിച്ചല്ല. താങ്ക് യു സാറേ, താങ്ക് യു. എടാ ദീപ, ടൂൾസിന്റെ ഒക്കെ തുരുമ്പ കളഞ്ഞു വെക്കണം. ഒരു മുട്ട മണിയിട്ടുണ്ട്. ആ ഞാൻ മഴക്കടക്കാരനെ പോലീസ് കൊണ്ടുപോയി മീൻകാരനെ കാണാനുമില്ല. ഈ രാജ്യത്തിന് ഭരണമില്ല. ഈ കളിയുടെ തുടക്കം ഒടുക്കവും എന്റെ കയ്യിലായിരുന്നു. മധുരയിൽ നിന്ന് പച്ചമസ്മത്ത് വരുത്താൻ ലോട്ടറി മുത്തിന് കൊടുത്ത 25,000 രൂപയാണ് ചെലവ്. You want chance for the deeds in your life. There is one fine day you will pay it back. You gotta regret now while you dead. Oh yes, now go let the go. You will always gotta get paid. Are you ready for the payback? No matter where you hide, you gotta get paid. Yeah, oh yeah. നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതിന് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല വാസുകി. നിശബ്ദരായി പോയ 5 വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അത് മാത്രം മറക്കരുത്. ടാക്കോസുബോ എന്ന് കേട്ടിട്ടുണ്ടോ? ടാക്കോസുബോ ഇനി നമ്മൾ ഉപയോഗിക്കാൻ 3 വെപ്പൺ അതാണ്. മൈൻഡ് അറ്റാക്ക്. വാട്സാപ്പിൽ അയച്ച വീഡിയോ കണ്ടല്ലോ. കൂടെയുള്ള ബ്രദറിനെ സൂക്ഷിച്ചോ, അവനാ പ്രതി. ലൂയിസ്, കുറച്ചിനകത്തൊക്കെ ഒരു ഇരുട്ട്. അതിപ്പോൾ മാറി, ഞാൻ മാറ്റി. അവറ്റകളെ കൊന്നതിന് കുറ്റബോധം വേണ്ട എൽപി. ഭഗവാൻ പറഞ്ഞിട്ടില്ലേ യുദ്ധത്തിൽ? ഭഗവാൻ യുദ്ധം ചെയ്തത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ധർമ്മത്തിന് വേണ്ടിയാ. ഞാൻ യുദ്ധം ചെയ്തത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ, എൻ്റെ വാസുവിക്ക് വേണ്ടി. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബമെന്ന് എൻ്റെ കക്ഷികളെ പറഞ്ഞ് പഠിപ്പിച്ചവനാ ഞാൻ. മത്ത് പിടിച്ച കുരിപ്പുകൾ എൻ്റെ കുടുംബത്തേറി അതിൻ്റെ ഈണം തകർത്താലുണ്ടല്ലോ, ചവിട്ടാതെ കടിക്കുന്ന ഒന്നിനെയും കൊല്ലാതെ വിടാൻ ഞാൻ ഈശ്വരനൊന്നുമല്ല സ്വാമി, ഞാൻ മനുഷ്യന്. എനിക്കെല്ലാത്തിലും വലുത് എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ മകൾ. അതിനപ്പുറത്തേക്ക് ലൂയിസിനൊന്നുമില്ല, ഇന്ത്യൻ ഭരണഘടന പോലും.
യശ്വന്ത് ഞാൻ ഇനി ഒത്തുപോവില്ല. ഐ വോണ്ട് ഡിവോഴ്സ്. മാഡം ടെൻഷൻ അടിക്കണ്ട. ഡിവോഴ്സ് നോട്ടീസ് ഞാൻ ഇന്ന് തന്നെ അയച്ചോളാം. എനിക്ക് ഇവിടുന്ന് ഡെപ്യൂട്ടേഷൻ ട്രാൻസ്ഫറാ ഡൽഹിക്ക്. എപ്പോഴാ സിറ്റിംഗ് എന്ന് ലൂയിസ് അറിയിച്ചാൽ മതി, ഞാൻ വന്നോളാം. ഓക്കെ. ഓക്കെ. ഹലോ സുപ്രിയ. ആ, നീ റെഫർ ചെയ്ത ആളെ കണ്ടു. വരും, അടുത്ത ആഴ്ച വരുമ്പോൾ കാണാം. ജീനാബായി അല്ലേ ഇപ്പോൾ? നിനക്ക് പോയി സംസാരിക്കായിരുന്നില്ലേ? അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമ്മളൊക്കെ ഓർത്തിരിക്കണമെന്നുണ്ടോ? അകത്ത് വെച്ചേണ്ട എന്നെ മൈൻഡ് ചെയ്തില്ല, ഞാനും മൈൻഡ് ചെയ്യാൻ പോയില്ല. നിനക്കെന്തോ കഥകളിയൊക്കെ പോകണമെന്ന് പറഞ്ഞില്ല. നമുക്കൊരു യാത്ര പോകണം. ഇപ്പോഴോ? എങ്ങോട്ട്? തിരുപ്പതിക്ക്. നമ്മൾ ഒന്നിച്ച് ചെന്ന് ഭഗവാനെ കാണണം. എന്നിട്ട് വേണം എന്റെ തലമുട്ട അടിച്ച് നിനക്ക് ചന്ദനം തേക്കാൻ. എനിക്കൊരു നേർച്ചയുണ്ട്. നമ്മൾ ഒരുമിച്ച് കാറൽ മാർക്സിന്റെ കല്ലറയിൽ പോയിട്ട് 2 ഇൻകിലാബ് വിളിക്കാം. പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കുകയാണല്ലേ? എന്നാ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടോളൂ. ബസ്സിൽ വെച്ച് യുവതിയെ മാനഭംഗം ചെയ്തു കൊന്ന കുമാരസ്വാമിക്ക് വെറും 5 വർഷം കഠിന തടവ്. അതവന്റെ വക്കീലിനെ കൊണ്ട് കൊള്ളൂല. ഞാനാണെങ്കിൽ എപ്പോ ഊരിയെടുത്തെന്ന് ചോദിച്ചാൽ മതി. പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നവരെ തൂക്കിക്കൊല്ലണം. ഭൂമിയിൽ ജീവിക്കാൻ സമ്മതിക്കരുത്. നിയമം മാറണം, പുതിയ നിയമം വരണം. It's gonna get paid. Are you ready for the payback? No matter where you hide, you're gonna get paid. എന്റെ ഈ ഫീച്ചർ കലക്കും കിട്ടും. എന്താ? 3 ശബ്ദമാസികയുടെ അടുത്ത കവർ സ്റ്റോറിയാണ്. ഭർത്താക്കന്മാർ കാസനോവയാകുമ്പോൾ. ഒരു പ്ലേ ബോയ്ക്ക് എന്തുമാകാം, പക്ഷേ ഭർത്താവിന്റെ മനസ്സിൽ ഒരാൾ മാത്രം, സ്വന്തം ഭാര്യ. 3000 കിടക്കകളിൽ കിടക്കുന്നവനല്ല, ഒരേ കിടക്കയിൽ 3000-ലേറെ തവണ കിടക്കുന്നവനാണ് ഭർത്താവ്. മാതൃവത് പരദാരേഷു, അതായത് പരസ്ത്രീകളെ മാതാവായി കാണുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. ജന്തുശാസ്ത്രപരമായി മനുഷ്യൻ പോളിഗാമസാണ്. പക്ഷേ ഒരേ ഇണ മാത്രമുള്ള ഒരുപാട് ജന്തുജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതുപോലെ ആയിരിക്കണം മനുഷ്യൻ. അവനെ കുടുംബം സൃഷ്ടിക്കാൻ യോഗ്യതയാണ്. താമസം ഇങ്ങോട്ട് മാറ്റി. മോളവിടെ ഒറ്റയ്ക്കല്ലേ? മോളുടെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ? അമ്മ കിടക്കേണ്ടത് മോളുടെ കൂടെ അല്ല, മോളുടെ അച്ഛന്റെ കൂടെയാണെന്ന് LP തന്നെയല്ലേ പറഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞു. അത് മാത്രല്ല, കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 പേർ കൂടെ കൂടി ഒരു ഇമ്പമുള്ള കുടുംബം ഉണ്ടാക്കാം ഇപ്പൊ തന്നെ.